ഇപ്പൊ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ എല്ലാവരും ഇവിടുന്ന് പറഞ്ഞു വിട്ടു, ഭയങ്കര അടിപൊളിയാണ്, അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള പറ്റിയ സ്ഥലമാണ്, പല കാഴ്ചകൾ അവിടെ കാണും, അതൊക്കെ പോയി കാണണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 ഗേൾസും കൂടെ റെഡിയല്ലേ ഗൈസ്, നമ്മൾ റെഡിയാണ്, തളരില്ല, നമ്മൾ പോകുന്നു ചെല്ലുന്നു എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വൈബ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ റോങ് ആയി. ഞാൻ പറഞ്ഞു ഗൈസ് ഇതാണോ, എന്നൊരു കാര്യം നമുക്ക് അവിടെ പോയി ഷവർമ കഴിച്ചിട്ട് തിരിച്ചിറങ്ങാന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നു. ഒരു ഷവർമ കഴിക്കുന്നു, അതിന്റെ മേളിലൊരു പാർട്ടി ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. സോ അവിടെ കൂടുതലും ഫാമിലീസും അങ്ങനെയൊക്കെ വരുന്ന ഒരു പാർട്ടി പ്ലേസ് ആയതുകൊണ്ട് അവിടെ പോയി നല്ലൊരു പാർട്ടി കണ്ടു, അവിടുന്ന് ഫുഡ് കഴിച്ചു തിരിച്ചു വന്നിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ഏതെങ്കിലും ഫുഡ് ക്രോക്കഡൈല്, പിന്നെ വേറെ എന്തായിരുന്നു, ബീറ്റിൽസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാത്തിന്റെ ഇച്ചിരി ഇച്ചിരി കഴിച്ചു. പക്ഷെ ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാൻ എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും സേഫ് സാധനങ്ങളായിരിക്കും, ഒരു മീൽ ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, ഞാൻ ഹോസ് മീറ്റ് കഴിച്ചു നോക്കിയിട്ടുണ്ട്, ക്രോക്കഡൈൽ മീറ്റ് കഴിച്ചിട്ടുണ്ട്, ഒക്ടോപ്പസ് കഴിച്ചിട്ടുണ്ട്. ഒക്ടോപ്പസും ഈ ഒക്ടോപ്പസ് എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടെ നമ്മുടെ ഇവിടുത്തെ കണവയുടെ ഒരു ടേസ്റ്റ് പോലെ തോന്നിക്കും. പക്ഷെ അത് ഹാഫ് ബോയിൽ ചെയ്ത് പകുതി ജീവനോടെ വേണം അത് കഴിക്കാൻ എന്നാ പറയുന്നത്. അത് ഇരുന്ന് കഴിഞ്ഞാൽ തിക്കായി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ അത് കടിക്കുമെന്നല്ല, പക്ഷെ അത് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര റബ്ബറായി പോകും. പക്ഷെ എനിക്ക് ഈ ക്രോക്കഡൈൽ മീറ്റും ഹോസ് മീറ്റും മോർ ഓഫ് ബീഫ് പല വേവിൽ കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ കൂടുതലും ബീഫ് മീറ്റ് കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ബീഫിന്റെ മീറ്റിന്റെ പല ഒരു വേവ് പോലെയാണ് എനിക്ക് 2 മീറ്റും തോന്നിച്ചത്.